എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ വേണുഗോപാൽ, ഭാരതീയ സംസ്കൃതിയുടെ പ്രചാരകനും പ്രവർത്തകനുമായി കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രവർത്തിക്കുകയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. കടുത്തുരുത്തി അടുത്ത് വിശ്വഭാരതി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധിയൻ സ്റ്റഡീസിന്റെ അധ്യാപകനായി 25 വർഷത്തോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗവേഷണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസിലാണ് ചെയ്തിരുന്നത്. എൻ്റെ ഗവേഷണം എന്നത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൻ്റെ കൃഷി എപ്രകാരമാണ്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ഹൗസിംഗ്, നമ്മുടെ വീട് നിർമ്മാണം എപ്രകാരമായിട്ടുള്ളതാണ് എന്നതിനെക്കുറിച്ചൊക്കെയായിരുന്നു ഒരു പഠനം. അത് കൃഷിയും വിദ്യാഭ്യാസവും നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് കൃഷിയും വിദ്യാഭ്യാസവും ഒക്കെയായിരുന്നു. ഗവേഷണത്തിന് ശേഷം അധ്യാപകനായി മാറുകയും അധ്യാപനത്തോടൊപ്പം ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് ശ്രമിക്കുകയും അത്തരത്തിൽ സംസ്കൃതി എന്ന നിലയിൽ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തുകയും എൻ്റെ സഹോദരി കൂടിയായിട്ടുള്ള അസോസിയേറ്റ് പ്രൊഫസർ ഇന്ദു ടീച്ചറുമായി ചേർന്ന് സംസ്കൃതി എന്നൊരു പ്രസ്ഥാനം രൂപപ്പെടുത്തുകയും അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഭാരതീയ സംസ്കൃതി എന്നതുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കിടയിലാണ് സമാദരണീയനായ ശ്രീ KV ദയാൽ സാറിനെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം എന്ന കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. ആ വാനപ്രസ്ഥം കോഴ്സ് ഞാൻ പഠിക്കുകയും ആ കോഴ്സിലൂടെയാണ്, വാനപ്രസ്ഥം എന്ന കോഴ്സിലൂടെയാണ് ഒരുപക്ഷെ ഞാൻ നാളിതുവരെ അന്വേഷിച്ചിരുന്ന, അല്ലെങ്കിൽ എൻ്റെ പല സംശയങ്ങളും എനിക്ക് കൃത്യമായി ഉത്തരം കിട്ടിയിരുന്നത് ശ്രീ ദയാൽ സാറിൽ നിന്ന്, ഈ വാനപ്രസ്ഥം ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന കൃഷിയെക്കുറിച്ചുള്ള, നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള, നാം എങ്ങനെ ഈ സംഘർഷങ്ങൾക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകും. ഞാൻ പഠിച്ചത് ഗാന്ധിയൻ പഠനമാണ് എന്നതുകൊണ്ട് തന്നെ അഹിംസയുടെ പര്യായമായ, ലോകം അഹിംസയുടെ പ്രതീകമായി കണ്ടെത്തിയ മഹാത്മജിയുടെ ഒരു അന്വേഷണവും അതുതന്നെയായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ ലോകശാന്തി എന്നുള്ളത് എങ്ങനെ നമുക്ക് നേടാനാവും എന്നതിനെക്കുറിച്ച് നാം ഓരോരുത്തരും സമാധാനത്തിലേക്ക്, ആനന്ദത്തിലേക്ക് ഉയരുമ്പോഴാണ് അത് കിട്ടുക എന്നതുകൊണ്ട് തന്നെ വാനപ്രസ്ഥം എന്ന കോഴ്സ് പഠിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളിലും കൃത്യമായ ഒരു ദിശാബോധം ഉണ്ടായി. ആ വാനപ്രസ്ഥം പാഠ്യപദ്ധതിയെക്കുറിച്ചും എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ശ്രീ KV ദയാൽ സാറിനെ കുറിച്ചും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ പഠനം എന്താണ് എന്നത് വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണം നൽകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ പരമ്പരാഗതമായ ജ്ഞാനസമ്പത്തിനെ, ഭാരതത്തിൻ്റെ പൈതൃക ജ്ഞാനത്തെ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയും അതുവഴി നിലനിൽക്കുന്ന ആനന്ദമെന്ത് എന്ന കൃത്യമായ ധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു മഹാഗുരുനാഥനാണ് ആദരണീയനായ ശ്രീ KV ദയാൽ സാർ. ഏതാണ്ട് 4 പതിറ്റാണ്ടോളം, കൃത്യമായി പറഞ്ഞാൽ 38 വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ നിരീക്ഷണവും പഠനവും മനനവും ധ്യാനവും ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക്, മലയാളികൾ മാത്രമല്ല, ഇത്തരത്തിൽ മനുഷ്യജീവിതത്തെ എങ്ങനെ സമാധാനപരമായി ആനന്ദത്തോടുകൂടി ഒരു സമൂഹത്തിന് നിലനിൽക്കാം, ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാം, ജീവിതത്തെ എങ്ങനെ ഏറ്റവും ആനന്ദകരമായി മുന്നോട്ട് നയിക്കാം എന്നതിന് ദിശാബോധം നൽകുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ശ്രീ KV ദയാൽ സാർ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം എന്ന ഒരു കോഴ്സ് വളരെ ഭംഗിയായി ഇന്ന് 30ഓളം ബാച്ചുകളിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനുമപ്പുറം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർട്ട് ഓഫ് ഹാപ്പിനെസ്, നോക്കൂ, ആ കോഴ്സിൻ്റെ തലക്കെട്ട് തന്നെ അത്തരത്തിലാണ്. ആനന്ദം ഒരു കലയായി എങ്ങനെ നമുക്ക് സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതും വളരെ വിജയകരമായി അതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റിയായി ശ്രീ KV ദയാൽ സാർ ഇന്ന് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പണ്ഡിതർ, ഗുരുക്കന്മാർ, ഗവേഷകർ, അധ്യാപകർ നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ അവിടെ ഇന്നൊരു ചർച്ചാ വിഷയമായി ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ആർട്ട് ഓഫ് ഹാപ്പിനെസ് കോഴ്സ്, അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ് അതിൻ്റെ കോഴ്സ്, ഇതൊക്കെ ഇന്ന്
ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള ശ്രീ KV ദയാൽ സാറാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്താണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ തരത്തിലേക്ക് ഒരു പ്രവർത്തന പദ്ധതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് KV ദയാൽ സാർ എന്നതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ച് ആനന്ദം എന്നുള്ളത് നാം തന്നെ കണ്ടെത്തേണ്ടതാണ്. അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു വലിയ ഗവേഷണ പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം എന്ന കോഴ്സ്, അതുപോലെ തന്നെ ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന കോഴ്സ്. അപ്പോൾ അവിടെയാണ് മനുഷ്യൻ എന്നത് പരിണാമ ശ്രേണിയിലെ ഏറ്റവും സവിശേഷ ബുദ്ധിയുള്ള, മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഏറ്റവും സവിശേഷ ബുദ്ധിയുള്ള ആളാണ്. ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്നതിന്, കൂടുതൽ കൂടുതൽ സുഖവും സന്തോഷവും ആനന്ദവും നേടുന്നതിന് പരിശ്രമിക്കുന്നവനാണ് മനുഷ്യൻ. മറ്റൊരു ജീവജാലവും അങ്ങനെയില്ല. അവർ നിലനിൽക്കുന്ന ഒരു ജീവിത ശൈലിയിൽ തുടരുകയാണ് നൂറ്റാണ്ടുകളായി. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. ഓരോ നിമിഷവും കഴിക്കുന്ന ഭക്ഷണം പോലും രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ വൈവിധ്യപൂർണമായിട്ടുള്ളതിനെ ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് ശ്രമിക്കുന്നവരാണ് നാം. അതുപോലെ നാം ധരിക്കുന്ന വസ്ത്രം ഒരേ കളറിലുള്ളത് നാം ധരിക്കാറില്ല. ഓരോ ദിവസവും മാറി മാറി. അപ്പോൾ വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന, മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന, കൂടുതൽ മെച്ചപ്പെടലിനു വേണ്ടി, മികവിനു വേണ്ടി അന്വേഷണം നടത്തുന്ന, അറിയാനുള്ള ആഗ്രഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നാടും ഒരു സംസ്കാരവും. അവിടെയാണ് നമ്മുടെ പൂർവികരുടെ കണ്ടെത്തലുകളെ വർത്തമാനകാല സമസ്യകളുമായി ചേർത്തുകൊണ്ട് ആദരണീയനായ ശ്രീ KV ദയാൽ സാർ അദ്ദേഹത്തിൻ്റെ പാഠ്യപദ്ധതിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ ചുരുക്കം ചില വാക്കുകളിൽ ഒന്ന് വിശദീകരിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആനന്ദം, അത് ഏത് രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ളത്, ഇന്ന് നാം വളരെ ഭൗതികമായ നേട്ടങ്ങൾ കണ്ടെത്തുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നവരാണ്. വലിയ പുരോഗതി നമ്മുടെ നാട് നേടിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഓരോരുത്തരുടെയും വീടിൻ്റെ അവസ്ഥയൊന്ന് നോക്കൂ. നമ്മുടെ തൊട്ടു മുമ്പുള്ള തലമുറ അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഒക്കെ കഴിഞ്ഞുകൂടിയപ്പോൾ അതിനേക്കാൾ എത്ര സമ്പന്നതയിലാണ് നാം ഓരോരുത്തരും ഇന്ന് കഴിഞ്ഞുകൂടുന്നത്, ഇല്ലേ? ഓരോരുത്തരും അങ്ങനെയാണ്. അപ്പോൾ ഭൗതികമായി നാം വളരെയധികം പുരോഗതി നേടിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാം ഓരോരുത്തരുടെയും ഉള്ളിലെ സന്തോഷവും സമാധാനവും അത് വർദ്ധിക്കുകയാണോ അതോ നാം സംഘർഷങ്ങളിലേക്ക് പോവുകയാണോ എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുമ്പോഴാണ് മനുഷ്യൻ സംഘർഷപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് എന്ന് മനസ്സിലാവും. അത് ഏത് മേഖല എന്ന് നോക്കേണ്ടതില്ല. സമസ്ത മേഖലകളിലും ഇന്ന് സംഘർഷവും വെല്ലുവിളികളും യുദ്ധവും ഇന്ന് നാം അഭിമുഖീകരിക്കുകയാണ്, ഇല്ലേ? നാം പറയാറുണ്ട്, ഭാരതത്തിൻ്റെ സംസ്കാരം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും, ഇല്ലേ? ഗോളങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന്, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന്, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന് ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ അവനവനോട് കലഹിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും. എവിടെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. സമ്പന്നതയുടെ നടുവിൽ നാം ഇന്ന് സമാധാനത്തിൽ ദരിദ്രരായി മാറിയിരിക്കുന്നു. ആനന്ദം കണ്ടെത്തുന്നതിൽ നാം പരമദരിദ്രരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇന്ന് നേരിടുന്ന വർത്തമാനകാല ലോകക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ ദുരന്തം എന്ന് നാം തിരിച്ചറിയണം. അവിടെയാണ് ശ്രീ KV ദയാൽ സാർ ആനന്ദത്തിനുള്ള വഴി എന്ത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമുക്ക് കിട്ടേണ്ടുന്ന അന്നങ്ങളെല്ലാം കൃത്യമായിട്ടുള്ളതാവണം, വിധിച്ചതാവണം, ശരിയായിട്ടുള്ളതാവണം എന്നതാണ്. അന്നം എന്ന് പറയുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം എന്നതിനപ്പുറം നമുക്ക് വിധിച്ച അന്നങ്ങൾ പലതും. കാഴ്ച ഒരന്നമാണ്, കേൾവി ഒരന്നമാണ്. അപ്പോൾ നാം കാണുന്നതിലെല്ലാം നമുക്ക് കൃത്യമായതാവണം, ശരിയായിട്ടുള്ളതാവണം, വിധിച്ച കാഴ്ചകളാവണം. അപ്പോൾ ആനന്ദമുണ്ടാവും. കേൾക്കുന്നത് വിധിച്ചതാവണം, ആനന്ദം നൽകുന്നതാവണം. കഴിക്കുന്നത് അത് വെള്ളമായാലും ഭക്ഷണമായാലും ശരിയായ ഭക്ഷണമാവണം. വിധിച്ച ഭക്ഷണമാവുമ്പോൾ വിധിച്ച ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക്
നിലനിൽക്കുന്ന ആനന്ദത്തിലേക്ക് എത്താൻ പറ്റൂ എന്നാണ്. ഇത് നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അന്നം ബ്രഹ്മ എന്ന വളരെ ഉദാത്തമായിട്ടുള്ള ഒരു കണ്ടെത്തൽ അവർ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് നാം കഴിക്കുന്ന സമീകൃത ആഹാരം എന്നതിനപ്പുറം അതിന് മറ്റു പല വളരെ ഗൗരവമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും നിറവേറ്റാനുണ്ട് എന്ന്. അവിടെയാണ് അന്നമയ കോശം എന്നുള്ളത് പ്രാണമയ കോശവും വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശവുമായി മാറുന്നത്. അങ്ങനെ പറയുമല്ലോ, എ മാൻ ഈസ് വാട്ട് ഹി ഈറ്റ്സ്. കഴിക്കുന്നത് എന്തോ അതായി നാം മാറുമെന്നാണ്. ഇന്നത്തെ വർത്തമാനകാല സമസ്യകളെ നാം ഒന്ന് നോക്കിയാൽ കഴിക്കുന്ന ഭക്ഷണവുമായി അതിനെ ഒന്ന് ചേർത്താൽ ഇതിനപ്പുറത്ത് അതിന് തെളിവൊന്നും വേണ്ട എന്നതാണ്. എല്ലാവരും യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. എല്ലാവരും യുദ്ധം ചെയ്യുകയാണ്. തന്നോട് തന്നെ യുദ്ധം ചെയ്യുന്നു, തനിക്ക് ചുറ്റുമുള്ളവരോട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുതന്നെയാണ് നമുക്കിന്ന് പരിഹരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാം നേരിടുന്ന പ്രതിസന്ധി. അവിടെയാണ് ദയാൽ സാർ പറഞ്ഞത്, അന്നം ശുദ്ധമാവണം, വിധിച്ച അന്നത്തിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ജീവിതം നിലനിർത്തണമെങ്കിൽ, ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനുമാണ്. നാം ഇന്ന് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് വിധിച്ചതാണോ, ശരിയായിട്ടുള്ളതാണോ? ഇന്ന് നാം കഴിക്കുന്ന അന്നജം എന്ന് പറയുന്നത് അരിയും ഗോതമ്പും ഒക്കെയാണ്. അതാണോ യഥാർത്ഥത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്? അതല്ല എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇത് വളരെ നേരത്തെ കണ്ടെത്തിയ ഒരു നാടും ഒരു സംസ്കാരവുമായിരുന്നു ഭാരതം എന്നതാണ്. അവിടെയാണ് ദയാൽ സാർ പറയുന്നു, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആണ് നാം കഴിക്കുക. നമുക്ക് നാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നാച്ചുറൽ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇന്ന് ലോകം വളരെ ശ്രദ്ധയോടുകൂടി കാതോർക്കുന്ന മില്ലറ്റുകളുടെ കടന്നുവരവ്. അതുകൊണ്ട് തന്നെ ശരിയായ ഭക്ഷണത്തിലൂടെ ആരോഗ്യം കണ്ടെത്തുകയും അതുവഴി നിലനിൽക്കുന്ന ആനന്ദവും, ഇത് ആദരണീയനായ ശ്രീ കെ വി ദയാൽ സാറ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ അദ്ദേഹം ആശ്രയിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ്. ആ ശാസ്ത്രശാഖയാണ് ഇക്കോളജി എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആധുനിക ലോകം മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതിന് അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആശ്രയിക്കുന്ന ധാരാളം ശാസ്ത്രശാഖകളുണ്ട്. ശാസ്ത്രശാഖകളൊക്കെ ഓരോ കമ്പാർട്ട്മെൻറ്റുകളായി അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതിനെയെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെയെല്ലാം ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു ശാസ്ത്രശാഖയാണ് ശ്രീ കെ വി ദയാൽ സാർ കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇക്കോളജിയാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകളെല്ലാം, ശരിയായ ഭക്ഷണം ഏതിലേക്കാണ് നാം എത്തേണ്ടത്, ആരോഗ്യം എങ്ങനെ നിലനിർത്താം, നമ്മുടെ കൃഷി എങ്ങനെയാണ്, ജൈവ കൃഷി എങ്ങനെയാണ് മണ്ണിനോട് ചേർന്ന്, മനുഷ്യനോട് ചേർന്ന്, കാലാവസ്ഥയോട് ചേർന്ന്, വിഭവങ്ങളോട് ചേർന്ന് ഒക്കെ എങ്ങനെയാണ് കൃഷിയെ രൂപപ്പെടുത്തേണ്ടത്, മണ്ണിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, അതുവഴി നമ്മുടെ ഭക്ഷണത്തെ എങ്ങനെയാണ് ശുദ്ധമായ ഭക്ഷണത്തിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത്, അതുവഴി നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്, അതുപോലെ അങ്ങനെ മനുഷ്യൻ ഭക്ഷണവും അവൻ്റെ മറ്റ് അന്നങ്ങളും എല്ലാം ശുദ്ധമാവുമ്പോൾ, കൃത്യമാവുമ്പോൾ അവൻ നിലനിൽക്കുന്ന ഒരു ആനന്ദത്തിലേക്ക് എത്തുകയും ഓരോ ആളും അങ്ങനെ ഒരു ആനന്ദ ലോകത്തിലേക്ക് വളരുമ്പോൾ സമൂഹം ഒന്നാകെ, അത് കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവും ഒരു ആനന്ദ ലോക സൃഷ്ടിയിലേക്ക് എത്തുന്നതിന് അദ്ദേഹം ആശ്രയിച്ചിട്ടുള്ള ശാസ്ത്രശാഖ എന്നുള്ളത് ഇക്കോളജിയാണ്. അദ്ദേഹം പറയുന്നു, ഇക്കോളജിയിൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വളരെ കൃത്യമായി, വളരെ കൃത്യമായ പാഠ്യപദ്ധതി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് തെളിയിക്കുകയാണ്. കഴിഞ്ഞ 38 വർഷമായി കേരളത്തിൻ്റെ വനമനുഷ്യൻ എന്ന നിലയിൽ കാടിനെ അറിയുകയും, ഇത്രയധികം എനിക്ക് തോന്നുന്നു ഇത്രയധികം കാട്ടിലൂടെ സഞ്ചരിച്ചിട്ടുള്ള മറ്റൊരു മനുഷ്യനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാട്ടിൽ അധിവസിക്കുകയും, നമ്മുടെ നാടും കാടുമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. നമ്മുടെ സംസ്കാരം രൂപീകരിക്കപ്പെട്ട നാളുകളിൽ നാം പഠിക്കുന്ന നമ്മുടെ ഇതിഹാസങ്ങൾ, അത് രാമായണമായാലും മഹാഭാരതമായാലും, ഇതിലെല്ലാം ഈ വനത്തിലുള്ള ജീവിതം ഇല്ലേ, വനവാസ കാലമുണ്ട്. അത് രാമായണത്തിലുമുണ്ട്, മഹാഭാരതത്തിലുമുണ്ട്. അപ്പോൾ വനം എങ്ങനെയാണ് മനുഷ്യൻ്റെ സംസ്കാരത്തെ രൂപീകരിക്കുന്നത് എന്നത് കൃത്യമായി ഭാരതം ലോകത്തിന് കാട്ടിക്കൊടുത്തിയിട്ടുണ്ട് ഈ ഇതിഹാസങ്ങളിലൂടെ. അത്തരത്തിൽ വനത്തെ പഠിക്കുകയും കാടിനെ അറിയുകയും ആ കാടിനെയാണ് നാം ഇന്ന് നാട്ടിൽ കൃത്യമായി പദ്ധതികളിലൂടെ കൊണ്ടുവരേണ്ടത്. ആ കാടിൻ്റെ ശാസ്ത്രം, അതാണ് ഇക്കോളജി എന്നുള്ളത്. അത് അദ്ദേഹം കണ്ടെത്തുകയും
അത്തരത്തിൽ കേരളത്തിൻ്റെ വനമനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് ലോക പ്രശസ്തനായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, അപ്പോൾ വനത്തെ അറിയുക, വനത്തെ പഠിക്കുക, വനത്തെ സംരക്ഷിക്കുക, നാട്ടിൽ വനമുണ്ടാക്കുക. വനമുണ്ടാക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ് കിട്ടുന്ന, സുലഭമായി കിട്ടുന്ന നമ്മുടെ സൗരോർജത്തെ നമുക്ക് എത്തിച്ചു തരുന്ന ഇലകളെ, മരങ്ങളിലൂടെ, അതിൻ്റെ ഇലകളിലൂടെ കിട്ടുന്ന സൗരോർജമാണ് നമുക്ക് ഭക്ഷണമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്, ദയാൽ സാർ പറയുന്നു, വളരെ രൂപമാറ്റം വന്നിട്ടുള്ള സൗരോർജം തന്നെയാണ്. നാം കഴിക്കുന്ന ഭക്ഷണമെല്ലാം സൗരോർജം തന്നെയാണ് എന്ന. അപ്പോൾ സൗരോർജത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതിന് വനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. മണ്ണിൽ അദ്ദേഹം പറയും, നമ്മുടെ മണ്ണിലേക്ക് സൂര്യപ്രകാശം പതിക്കാൻ ഇടവരരുത് എന്ന്. കാരണം അത് നഷ്ടപ്പെട്ടു പോകും. ആ സൂര്യപ്രകാശത്തിൻ്റെ ഓരോ രശ്മിയെയും ഇലകളിലൂടെ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുകയും അത് വിധിച്ച അന്നം ഉണ്ടാക്കുകയും ചെയ്യുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത്. ഇതൊക്കെ നടക്കുമോ? ഇതൊന്നും സാധ്യമാവുന്നതല്ല. ഇതൊക്കെ ഒരു മിത്തല്ലേ? ഇതൊക്കെ ഒരു സ്വപ്നമല്ലേ? അങ്ങനെ ഒരു സ്വപ്ന ജീവിയായി ജീവിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനല്ല എന്നും 38 വർഷമായി ഇത് കൃത്യമായ പഠനത്തിലൂടെ പ്രാവർത്തികമാക്കിയ ഗുരുനാഥനാണ് ശ്രീ KV ദയാൽ സാർ എന്ന് നമുക്ക് മനസ്സിലാവും. അതിന്ന് ലോകം അംഗീകരിക്കുന്നു എന്നുള്ള സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യരായ ഞങ്ങളെല്ലാവരും. അത് കാലം അംഗീകരിക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ കാടിനെ പഠിക്കുകയും കാടിനെ നിലനിർത്തുകയും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. അതുപോലെ തന്നെ നാടിനെ കാടാക്കി മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദൗത്യമാണ്. കൃഷി എങ്ങനെ ചെയ്യണം, കാടെങ്ങനെയാണോ അതുപോലെ കൃഷി ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി എന്നുള്ളതിലേക്ക് അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുന്നു. അവിടെ നിന്ന് അതിലൂടെ കിട്ടുന്ന ഭക്ഷണത്തെ, ശരിയായ ഭക്ഷണം എങ്ങനെ എന്നുള്ളതിലേക്ക് അദ്ദേഹം കൃത്യമായി ഇക്കോളജിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ആ ഭക്ഷണത്തെ തന്നെ എങ്ങനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റാം. നോക്കൂ, വാനപ്രസ്ഥം എന്ന ഒരു പാഠ്യപദ്ധതിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള സാധാരണക്കാരായ കർഷകരും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഇന്ന് കേരളം ശ്രദ്ധിക്കുന്ന, ഭാരതം ശ്രദ്ധിക്കുന്ന, ലോകം ശ്രദ്ധിക്കുന്ന വിവിധ തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായി മാറിയിരിക്കുന്നു എന്നാണ്. കേരളത്തിലെ സർവകലാശാലകൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഒരു സന്ദേശം ഇവിടെയുണ്ട് എന്നതാണ്. കാര്യങ്ങൾ തിയറി പഠിപ്പിച്ചത് കൊണ്ടായില്ല, അതിനെ നമുക്ക് പ്രായോഗികമായി നടപ്പിൽ വരുത്തി വലിയ സാമൂഹ്യ മാറ്റം നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. അത് എങ്ങനെയൊക്കെ? സാമ്പത്തികമായ ഒരു സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത കൊടുക്കേണ്ടതുണ്ട്. ഓരോരുത്തരും സാമ്പത്തിക ഭദ്രത നേടേണ്ടതുണ്ട്. സാമൂഹ്യമായ അംഗീകാരം നേടേണ്ടതുണ്ട്. അവിടെയാണ് അദ്ദേഹം ഫാമർ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. കൃഷിക്കാരനാണ് ഒന്നാമനാവേണ്ടവൻ, പ്രധാന പൗരൻ അവനായി മാറേണ്ടതുണ്ട്. കാരണം കൃഷിയിലൂടെ മാത്രമേ ഭക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃഷിക്കാരൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഒരു അഭിമാന ബോധത്തെ വളർത്തേണ്ടതുണ്ട്, നിലനിർത്തേണ്ടതുണ്ട്. കർഷകൻ പണി നിർത്തിയാൽ ലോകം നിശ്ചലമാവും എന്ന ഏറ്റവും ആത്യന്തികമായ പ്രപഞ്ച സത്യത്തെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദയാൽ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദൗത്യം അതാണ്. അങ്ങനെ ഭക്ഷണ രീതികളെ പുനർനിർവചിക്കുകയും ശരിയായ ഭക്ഷണം എന്ത് എന്ന് ആളുകളിലേക്ക് എത്തിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ദൗത്യമാണ്. അതുപോലെ തന്നെയാണ് അടുത്ത പടി എന്നുള്ളത്, അങ്ങനെ ആനന്ദത്തിലേക്ക് എത്തിക്കുക. ഞാൻ ഈ പ്രഭാഷണം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, നാം ഇന്ന് സന്തോഷത്തിലാണോ സമാധാനത്തിലാണോ? നമുക്കിന്ന് ഓരോ ദിവസവും പുലരുമ്പോൾ സമാധാനവും സന്തോഷവുമാണോ, ആശ്വാസവും ആണോ, അതോ ഓരോ ദിവസവും വെല്ലുവിളികളും പ്രതിസന്ധികളും നാം കേൾക്കുന്നതും കാണുന്നതും എന്താണ്? നമുക്ക് സമാധാനം നൽകുന്നതാണ്. നമ്മുടെ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നത് നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നതാണോ? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇപ്രകാരമായി പോകുന്നത്? സവിശേഷ ബുദ്ധി അല്ലേ, വിവേചനം, അതുപോലെ തന്നെ ബോധം, അറിവ്, ജ്ഞാനം, ഇതെല്ലാം നമുക്കുണ്ട്. അതിന് സഹായകരമാവുന്ന ശാസ്ത്രങ്ങളുമുണ്ട്, കണ്ടെത്തലുകളുമുണ്ട്. പക്ഷേ മനുഷ്യൻ കൂടുതൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അടുത്തതായി അദ്ദേഹം മനസ്സിലാക്കുകയും നമ്മോട് പറഞ്ഞു തരികയും ചെയ്യുന്ന ഒന്നാണ് ഇക്കോളജിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആനന്ദത്തെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു ആനന്ദ ലോകത്തിൻ്റെ സൃഷ്ടിക്കായി കഴിഞ്ഞ 38 വർഷമായി അനുസ്യൂതം, വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സമാദരണീയനായ എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള
ശ്രീ KV ദയാൽ സാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാഠ്യപദ്ധതിയായിട്ടുള്ള വാനപ്രസ്ഥം, അതുപോലെ തന്നെ ആർട്ട് ഓഫ് ഹാപ്പിനെസ്, ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയാണ് വളരെ ഒരു ചെറിയ ഒരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് നൽകിയത്. കൂടുതൽ മനസ്സിലാക്കുന്നതിനും, അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിനും, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നതിനും, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനും ഇന്ന് കൂടുതൽ ആളുകൾ കടന്നു വരുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. മാറ്റമുണ്ടാവുന്നു എന്നുള്ളതാണ്, മനസ്സുകളിൽ മാറ്റമുണ്ടാവുന്നു. അതുവഴി കൂടുതൽ ആളുകൾ വാനപ്രസ്ഥികരായി മാറുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാമൂഹ്യ മുന്നേറ്റത്തിലേക്ക് ശരിയായ കൃഷിയിലൂടെ വിധിച്ച അന്നം നേടുന്നതിനും അതുവഴി നിലനിൽക്കുന്ന ആരോഗ്യം കണ്ടെത്തുന്നതിനും ഉറപ്പാക്കുന്നതിനും അങ്ങനെ ആനന്ദത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിനും എല്ലാവർക്കും കഴിയട്ടെ. ശരിയായ കൃഷി രീതിയിലൂടെ, അതായത് ജൈവ കൃഷിയിലൂടെ, ഇക്കോളജി എന്ന ശാസ്ത്രശാഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയിലൂടെ വിധിച്ച അന്നം എല്ലാവർക്കും ലഭ്യമാവുന്ന തരത്തിലേക്ക് ഒരു പദ്ധതി തയ്യാറാക്കുകയും അങ്ങനെ വിധിച്ച അന്നത്തിലൂടെ ഭക്ഷണം മാത്രമല്ല, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, 5 അന്നങ്ങളും വിധിച്ചതാവുമ്പോൾ മനുഷ്യൻ ആരോഗ്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ പ്രധാന പ്രതിസന്ധി എന്താണ്? ആരോഗ്യമില്ലായ്മ തന്നെയാണ്, ഇല്ലേ? നമ്മുടെ ആശുപത്രികൾ എത്തരത്തിലാണ് ജനനിബിഡമായി മാറുന്നത്. ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ, ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ ഇന്ന് നമുക്ക് അവിടെ ഒരു റൂം കിട്ടണമെങ്കിൽ പോലും 2-3 ദിവസം കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആശുപത്രികളൊക്കെ ജനങ്ങളെ കൊണ്ട് നിറയുകയാണ്, രോഗികളെ കൊണ്ട് നിറയുകയാണ് എന്നതാണ്. ആശുപത്രി ആശ്രയിക്കുന്നവരുടെ നിരക്ക് നാം പഠിച്ചാൽ അതിന് പറയുന്നത് മോർബിഡിറ്റി റേറ്റ് എന്നാണ്, ഹോസ്പിറ്റൽ ഡിപ്പെൻഡൻസി എന്നാണ്. അതാണോ ഒരു പുരോഗതിയുടെ ലക്ഷണമെന്ന് നാം ഒന്നുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ആശുപത്രിയെ ആശ്രയിക്കുക, കൂടുതൽ ആശുപത്രി സംവിധാനങ്ങൾ ഉണ്ടാവുക, മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാവുക, നൂതനമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെയാണ് പുരോഗതിയുടെ ലക്ഷണം എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു നാട്ടിൽ ആശുപത്രികളില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ആ നാട്ടിലെ ആരോഗ്യമുള്ളവരാണ് എന്നതിൻ്റെ തെളിവ് എന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നതാണ്. ആരോഗ്യമുണ്ടായിരുന്നവരാണ് നാം, ഇല്ലേ? കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞില്ലേ കാലനില്ലാത്ത കാലത്തെക്കുറിച്ച്, ഇല്ലേ? മുത്തശ്ശൻ ഇരിക്കുന്നു, ഇല്ലേ? 100 വയസ്സായിട്ടും പല്ലുകൾക്ക് ഒരു കേടുപോലും ഇല്ലാത്ത എത്രയോ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നമുക്കുണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ ജനസംഖ്യാ പഠനം നാം ഒന്ന് നടത്തിയാൽ പല കാലഘട്ടങ്ങളിലും നമുക്ക് രോഗങ്ങൾ മൂലം, ക്ഷാമം മൂലമൊക്കെ ധാരാളം മരണനിരക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് 120 വർഷം നമുക്ക് വളരെ ലളിതമായി ഒരു സാധാരണ സംഭവമായി പറയപ്പെട്ടിരുന്നു ഈ നാട്ടിൽ എന്നാണ്. അപ്പോൾ ആരോഗ്യമുള്ള ജനതയായിരുന്നു ഭാരതത്തിൻ്റെ സമ്പത്ത്. ആ ആരോഗ്യം പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആനന്ദത്തിലേക്കുള്ള വഴി എന്ന് ദയാൽ സാർ പറയുന്നു. അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, നഷ്ടപ്പെട്ട ശരിയായ കൃഷി രീതികളെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, നഷ്ടപ്പെട്ട നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, നഷ്ടപ്പെട്ട നമ്മുടെ ആരോഗ്യ സമ്പത്ത്, നമ്മുടെ പൈതൃക സമ്പത്തിനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആനന്ദത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.